ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ ക്രിസ്മസ് ആയിട്ടും അതുപോലെ ഈ ഒരു ഡിസംബർ മാസത്തിൽ എങ്ങനെ ഓർഡർ കൂടുതൽ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിൻ്റെ ശേഷം കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഓഫറിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്നും എങ്ങനെയാണ് റേറ്റ് കണ്ടെത്തേണ്ടതെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ആയിട്ട് ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഒരു ഓഫർ ഇട്ടാലോ എന്നുള്ളത്. പക്ഷേ എന്ത് ഓഫർ ഇടണം, എന്തെല്ലാം ഐറ്റംസിന് ഓഫർ ഇടണം എന്ന് ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പിന്നെ എങ്ങനെ റേറ്റ് കണക്കാക്കാമെന്നും കൂടി അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാരണത്താൽ ചില സമയത്ത് നമുക്ക് ഈ ഓഫർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ടും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്മസിൽ മാത്രമേ നമുക്ക് ഓഫർ ഇടാൻ കഴിയൂ എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫർ ഇട്ട് കൊടുക്കുക. പിന്നെ ക്രിസ്മസ് ആയിരിക്കുമ്പോൾ ഒന്നുകൂടി എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് ഇടുന്ന അത്രയേ ഉള്ളൂ. ഓഫർ ഇടുന്ന സമയത്ത് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കേക്ക് ഐറ്റംസ് ഓഫർ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരുപാട് പേര് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് ഉണ്ടായിരിക്കില്ലേ, അതെല്ലാം ഓഫർ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നായിട്ട് ഒരു കാര്യം പറയാം. ഈ വീഡിയോയിലുള്ള ചില ഫോട്ടോസ്, എല്ലാ ഫോട്ടോസും അല്ല, ചില ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അത് നിങ്ങളെ ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, വേറെ ഫോട്ടോസ് ഇല്ലാത്ത കാരണം അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലിട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ഓഫറിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ഒരു കേക്ക് ഐറ്റം, അതായത് എന്ത് ഫ്ലേവർ ആയിക്കോട്ടെ, ഏത് തന്നെ ആയാലും വേണ്ടില്ല, ഒരു കേക്ക് അതിൽ വെച്ച് കൊടുക്കുക. അത് ചെറിയത് മതി കേട്ടോ, ഒരുപാട് വലുതൊന്നും വേണ്ട, ചെറിയൊരു കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ് കൊറിയൻ ലഞ്ച് ബോക്സ് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് ബോക്സ്, ചെറിയ ലഞ്ച് ബോക്സിൻ്റെ സൈസ് വാങ്ങിക്കാൻ കിട്ടും. ലഞ്ച് ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സൈസ്, അപ്പോൾ ചെറിയ ബോക്സ് ആയിരിക്കും അത് വാങ്ങിക്കാൻ കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് അതിൽ ചെയ്ത് കൊടുക്കുക, ലഞ്ച് ബോക്സ് കേക്കാക്കിയിട്ട്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കുക. കസ്റ്റമറിൻ്റെ ചോയ്സ് ആക്കാതെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്ലേവർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് സ്പഞ്ചാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയണം. ആ രീതിയിൽ വേണം നമുക്ക് ഈ ഒരു ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് വരുന്ന റേറ്റ് 200 രൂപയാണ്. നോർമലായിട്ടുള്ള ആ ഒരു റേറ്റ് 200, 250 ആ റേറ്റൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സൈസ് ആയിരിക്കുമ്പോൾ ചെറിയ കേക്കായിരിക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് കുറയും. അപ്പോൾ നമുക്കൊരു 150 രൂപയ്ക്ക് വരെ ഈ ഒരു കേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് കുറഞ്ഞിട്ടുള്ള ബോക്സും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു പീസ് ബോക്സ് വാങ്ങിക്കുമ്പോഴും അത് ഒരു ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോഴും വരുന്ന റേറ്റ് ഒരുപാട് ചേഞ്ച് വരും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒന്നിച്ചിട്ട് വാങ്ങിക്കുക. ഇങ്ങനെ ഓഫർ ഇടാൻ ആഗ്രഹിക്കണവരാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് വാങ്ങിക്കുക. അപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടൊക്കെ എവിടെ നിന്നാണോ കിട്ടുന്നത് അത് നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചെറിയ കേക്കിന് വരുന്ന റേറ്റ് 150 രൂപയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയാം, ഈ റേറ്റ് എല്ലാം എല്ലാ ഏരിയയിലും സെയിം റേറ്റ് ആവണം എന്നില്ല. ഞാൻ താമസിക്കുന്ന ഭാഗത്തുള്ള ആ ഒരു റേറ്റാണ് പറയുന്നത്. ഇവിടെ കേക്കിന് അധികം റേറ്റ് വരുന്നില്ല കേട്ടോ. അപ്പോൾ ചില ഭാഗങ്ങളിൽ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് റേറ്റ് കൂട്ടിയിട്ട് പറയാം. ഇത് ചെറിയ സൈസ് കേക്ക് ആയത് കൊണ്ടാണ് 150 രൂപ. നോർമലായിട്ട് ഈ ഒരു കൊറിയൻ ലഞ്ച് ബോക്സിനെല്ലാം വരുന്നത് 250 രൂപയാണ് ഒരു നോർമൽ സൈസിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഓഫറിലിടാൻ ആഗ്രഹിക്കണവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 kg കേക്ക് എല്ലാം ചെയ്തിട്ട് ഇതിന് സൈസ് കറക്റ്റായിട്ടുള്ള ഒരു കട്ടർ യൂസ് ചെയ്യുക. അതായത് എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്കിനെ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ 2 kg സൈസിൽ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് നമുക്ക് ഈ ഒരു കേക്കിൽ വാങ്ങിക്കണം. അതിനനുസരിച്ച് ടോട്ടൽ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിനെ പോലെ തന്നെ വേറൊരു ഓഫറും കൂടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മിൽക്ക് കേക്ക് വന്നിട്ടുള്ളത്, ട്രെസ് ലെച്ചസ് കേക്ക് കേട്ടോ. അപ്പോൾ ഇത് ക്ലാസിക് ഫ്ലേവറാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് എല്ലാവരും ഈ ഒരു ഓഫറിന് വേണ്ടിയിട്ട്. ഈ ഒരു മിൽക്ക് കേക്കിൽ തന്നെ ഒരുപാട് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് ക്ലാസിക് ഫ്ലേവർ. അതാണ് ഒരുവിധ ആൾക്കാർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഫ്ലേവർ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസിക് ഫ്ലേവർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇതും കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സൈസിലുള്ള ഒരു പാത്രം എടുക്കുക. അതായത് ചെറിയ സൈസ്, ഒരുപാട് വലുതല്ല, ചെറിയ സൈസിലുള്ള പാത്രം എടുക്കുക. ഇതിപ്പോൾ 500ൻ്റെ സൈസാണ്. അപ്പോൾ ചെറിയ സൈസിലുള്ള ഇത് എടുത്തിട്ട് അതിലും നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഓഫറിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക.
ഒരു ഏകദേശം റേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 100-150 രൂപ റേറ്റിന് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സൈസിൽ വേണം നമ്മൾ ഈ ഒരു മിൽക്ക് കേക്കിനെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സൈസിന് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് സിറപ്പ് സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിലെല്ലാം ഒഴിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്പേസ് നമ്മൾ കൊടുക്കുന്ന ബോക്സിന് വേണം. അതായത് വലിയ ബോക്സിലല്ലേ നമ്മളിതെല്ലാം ചെയ്യണത്, സെറ്റ് ചെയ്ത് കൊടുക്കണേ. ആ ബോക്സിൽ അതിനനുസരിച്ച് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൊടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ സൈസിലുള്ള കണ്ടെയ്നറെല്ലാം ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ്. 5 രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ഭംഗിയുള്ള കണ്ടെയ്നറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നിച്ച് ഒരുപാട് പീസ് വാങ്ങിച്ചിട്ട് ചെയ്യാം. ഇത് ഒന്നുകൂടി ലാഭമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ മിൽക്ക് കേക്ക് ഈ ഒരു ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിനെ പോലെ തന്നെ നമുക്ക് നല്ലൊരു ഓപ്ഷനായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ജാർ കേക്ക് വരുന്നത്. അപ്പോൾ ഈ ജാർ കേക്ക് ഒരു സമയത്ത് നല്ല ട്രെൻഡായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഇപ്പോൾ ഒന്ന് ട്രെൻഡിങ്ങിൽ ബാക്കിലായിട്ടുണ്ട്. എന്നാലും നല്ലൊരു ഓപ്ഷനാണ് ജാർ കേക്ക് ഓഫർ ഇടുക എന്നുള്ളത്. പിന്നെ എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഓഫർ ഇടാൻ ആഗ്രഹിക്കണവരാണെന്നുണ്ടെങ്കിൽ ഈ ജാർ കേക്കിന് മാത്രമായിട്ട് ഓഫർ ഇട്ട് കൊടുക്കുക കേട്ടോ. ജാർ കേക്ക് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയണവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ട് വാങ്ങിക്കും. അപ്പോൾ ഈ ജാർ കേക്ക് ഓഫർ ഇടുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു കൊറിയൻ ലഞ്ച് ബോക്സ് ഇട്ടു, അതുപോലെ തന്നെ മിൽക്ക് കേക്ക് ഇട്ടു. പിന്നെ നമ്മൾ ജാർ കേക്കിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷനിൽ ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നോർമലായിട്ടുള്ള ഫ്ലേവറിനേക്കാളും കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവർ വെച്ച് കൊടുക്കുക. നമ്മൾ എന്താ പറയുക, നമുക്കിഷ്ടമുള്ള, അതായത് നമ്മൾ കൂടുതൽ സെയിലാവണ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കില്ല, അത് വെച്ച് കൊടുക്കുക. അത് ചെറിയ ജാർ മാത്രം ഇതിന് ഉപയോഗിക്കുക, വലിയ ജാർ ഉപയോഗിക്കരുത്. മാക്സിമം എത്ര ചെറിയ ജാർ കിട്ടണോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ജാർ കേക്ക് ഒരു പീസ് 2 പീസായിട്ട് വാങ്ങിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സായിട്ട് നമുക്ക് ജാർ കേക്ക് അവൈലബിൾ ആണ്. ബോക്സിലുള്ളത് വാങ്ങിക്കുമ്പോൾ നമുക്ക് റേറ്റ് ചേഞ്ച് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ബോക്സ് എല്ലാം ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിൽ അത് ബോക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ ജാർ കേക്കിൽ സ്പെഷ്യലായിട്ടുള്ള ഫ്ലേവേഴ്സ് കൊടുക്കുക, എന്നിട്ട് ഓഫർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ജാർ കേക്ക് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൂടുതൽ ഓർഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 kg കേക്കൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജാർ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പം നല്ലൊരു ഓപ്ഷനാണ് ജാർ കേക്കിന് ഓഫർ ഇടുക എന്നുള്ളതും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓഫറിൽ എല്ലാ ഐറ്റംസും കേക്ക് ഐറ്റംസ് ആക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എല്ലാം കേക്കല്ലേ എന്നുള്ള ആ ഒരു ചിന്ത വരും. അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള 2-3 ഐറ്റം കൂടി അതിൽ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ് കുനാഫ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ചില വീട്ടിൽ എല്ലാവർക്കും കേക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അവർക്കൊരു ഓപ്ഷനായിട്ട് കുനാഫ യൂസ് ചെയ്യുക. അപ്പോൾ കുനാഫ കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. ഇത് ഒരു ചെറിയ പീസായിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫോയിലിൻ്റെ കണ്ടെയ്നറൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ ചെറുത്, അപ്പോൾ അതിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണതിന് 100 രൂപ 150 രൂപ ആ ഒരു റേറ്റിന് കൊടുക്കാൻ വേണ്ടി കഴിയണ ആ ഒരു സൈസ് കിട്ടുക. അങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുനാഫ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുനാഫ ഈ ഒരു ഓഫറിൽ ഇടാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ചെയ്യാൻ അറിയാത്തവരും ആണെന്നുണ്ടെങ്കിൽ ആ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് കുനാഫ ഇടുന്നത്. ഇതിലും തന്നെ സിറപ്പ് ഒഴിച്ചിട്ട് വേണം കൊടുക്കാൻ. സിറപ്പ് സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിനെല്ലാം ഉള്ള സ്പൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിറപ്പ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുനാഫ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെയാണ് ബ്രൗണി ഉള്ളത് കേട്ടോ. ബ്രൗണി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാലും നല്ലൊരു കാര്യമാണ്. ബ്രൗണി ചെയ്യുമ്പോൾ പീസാക്കിയിട്ടുള്ള ബ്രൗണി കൊടുക്കുക. കേക്കിൽ നിന്നും കുറച്ച് ചേഞ്ച് ഉണ്ടല്ലോ ബ്രൗണിൻ്റെ ടെക്സ്ചർ വന്നിട്ടുള്ളത്. അപ്പം ക്രീം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ബ്രൗണി. അതുപോലെ തന്നെ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ബ്രൗണി. അപ്പോൾ ഈ ഒരു ബ്രൗണിയും കൂടി ഈ ഒരു ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ബ്രൗണി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പീസിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. പീസ്, അതായത് ഞാനിപ്പോൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള അത്രയും സൈസ് മതി കേട്ടോ. ചെറിയൊരു പീസ് മാത്രം മതി നമ്മൾ ഓഫറിലിടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ രീതിയിൽ വേണം കൊടുക്കാൻ. നോർമൽ ബ്രൗണിക്ക് വരുന്ന റേറ്റ് 800 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്, നോർമലായിട്ടുള്ള ആ ഒരു ബ്രൗണിക്ക് കിട്ടാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു പീസിന് നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഒരുപാട് പീസൊന്നും വലുതാക്കി വെച്ച് കൊടുക്കരുത്, ചെറിയൊരു പീസായിട്ട് വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു കാണാൻ മാത്രം അത്ര മതി കേട്ടോ.
എല്ലാം കൂടി ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഓഫറിൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓർഡറൊക്കെ വരിക. അപ്പോൾ ബ്രൗണിയും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. അതും പീസ് മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കണ്ടേ, അപ്പോൾ പ്ലം കേക്ക് ഒരു പീസായിട്ട് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സൈസായിട്ട് നമുക്ക് ചെറിയ പാത്രങ്ങളിലായിട്ട് ബേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള പേപ്പറിൻ്റെ മോൾഡൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അതിലൊക്കെ ചെറുതാക്കിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കപ്പ് കേക്ക് സൈസിലാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക പ്ലം കേക്ക്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാവും ആൾക്കാർ ഒരു പ്ലം കേക്ക് വേണം കഴിക്കണം എന്നുള്ളത്. ചില സമയത്ത് ഈ ഒരു പ്ലം കേക്ക് കണ്ടിട്ടായിരിക്കും ഈ ഒരു ഓഫർ തന്നെ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു 2 kg സൈസിൽ പ്ലം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ പീസാക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ പീസാക്കുമ്പോൾ ഒരു 2-3 ആൾക്കോ കഴിക്കാൻ പറ്റുന്ന ചെറിയ പീസ് എടുക്കാൻ കഴിയുന്ന രീതിയിൽ വേണം സൈസ് ആക്കാൻ. എന്നിട്ട് അതിനെ നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു ത്രെഡ് വെച്ചിട്ട് ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കുക. അതിൻ്റെ ജൂട്ടിൻ്റെ ത്രെഡൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലുക്കായിരിക്കും കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓഫർ ഇടുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ലോക്കലായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കരുത്, നല്ല നീറ്റായിട്ട് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം എല്ലായിടത്തുനിന്നും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നിട്ടിട്ടുണ്ട്, അത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് പീനട്ട് കുക്കീസ് കേട്ടോ. കുക്കീസ് ഒരു 2 കുക്കീസും കൂടി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. ഇത് പീനട്ട് കുക്കീസ് തന്നെ വേണമെന്നില്ല, നോർമലായിട്ട് ഏത് കുക്കീസ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 കുക്കീസും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ആ ഒരു ബോക്സ് ഫില്ലായിട്ടിരിക്കും. അപ്പോൾ നല്ലതാണ് പീനട്ട് കുക്കീസ് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏത് ഫ്ലേവറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണത് അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് വെച്ചിട്ട് ആ ഒരു ഓഫർ വന്നിട്ട് കേക്കോ അല്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്ന അത് അങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യാതിരിക്കുക. കഴിയുന്നതും തലേ ദിവസം ചെയ്ത് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഈ ഒരു ഓഫറിൽ ചെയ്യുക. പിന്നെ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുത്താൽ മതി. കാരണം ഓഫർ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഒന്നിച്ചിട്ട് ഒരു 2-3 ഓർഡർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ല ഇനി അപ്പോൾ വെച്ചിട്ട് ചെയ്യേണ്ട ഐറ്റംസ് ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ വെച്ചിട്ട് അത് എന്താ പറയുക ഹറിബറി ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് ഹോട്ട് ബോംബ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഹോട്ട് ബോംബാണിത്. ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കുറച്ച് മുന്നേ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ് ഹോട്ട് ബോംബ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോളിനെ ഗ്ലാസ്സിലിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ചൂടുള്ള പാലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടും. ഇതിനകത്ത് കോഫി പൗഡറും മറ്റേ മാഷ് വെല്ലം ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇത് നമ്മൾ ക്രിസ്മസ് ആയിട്ട് കൂടുതൽ കാണുന്ന ഒരു ഐറ്റമാണ്. നമ്മളെ നാട്ടിലില്ലെങ്കിലും പുറമെ ഉള്ള നാട്ടിലൊക്കെ കാണുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസും നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു ഹോട്ട് ബോംബ് എന്നുള്ളത്. സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ഒരു ഐറ്റംസ് കൊണ്ടുവരുമ്പോഴാണ് കൂടുതൽ പേരും അതെന്താണെന്നുള്ളത് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഒന്ന് ചേഞ്ചിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള തോന്നൽ കേക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ തോന്നൽ കേക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, അത് ഓഫർ ഇടുന്നത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം ട്രെൻഡായിട്ടുള്ള ഐറ്റംസ് കഴിക്കാൻ, സ്പെഷ്യലായിട്ട് പുതിയ പുതിയ ഐറ്റംസ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതൽ പേര്. എന്താണ് എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു തോന്നൽ കേക്കും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ചെറിയൊരു പീസ് മാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഗണേഷും കാര്യങ്ങളൊക്കെ മുകളിൽ തന്നെ കൊടുക്കുക. നമ്മൾ ഇപ്പോൾ സ്ട്രോബെറി വാങ്ങിച്ച് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചെറി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രോബെറീൻ്റെ തന്നെ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് കൂടുതൽ ലാഭം കിട്ടണം. ഈ ഒരു ഓഫർ ഇടുമ്പോൾ നമുക്കും ലാഭം കിട്ടണം, അതുപോലെ തന്നെ കസ്റ്റമർ വാങ്ങിക്കണം അവർക്കും തന്നെ ഇതൊരു നഷ്ടമായിട്ട് തോന്നരുത്. ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഓഫറിന് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഓഫർ ഇടുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു 1000 രൂപേൻ്റെ താഴെ ആയിട്ടുള്ള ആ ഒരു റേറ്റിന് വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1000 രൂപ ആയാലും അതിനനുസരിച്ചിട്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള ഒരു പാക്കിംഗ് ആയിരിക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ അത്യാവശ്യം ഉണ്ടല്ലോ, കൊള്ളാലോ എന്ന് തോന്നണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ പാക്കിംഗ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള ഓഫറിൻ്റെ പിക്കാണിത്. ഇതിൽ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക, ഓരോ ഐറ്റംസ് ഇട്ടിട്ട്. പിന്നെ അതിനനുസരിച്ച് റേറ്റ് ചേഞ്ച് ചെയ്യാം. റേറ്റ് ഒരിക്കലും കുറച്ചിട്ട് നമുക്ക് നഷ്ടമായിട്ട് ഒരിക്കലും ഈ ഒരു ഓഫറിനെ ചെയ്യരുത്. അതുപോലെ തന്നെ ഡെലിവറിൻ്റെ കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഡെലിവറി കഴിയണം വീട്ടിൽ വന്ന് വാങ്ങിക്കണത് ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചാർജ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. ചാർജ് എത്രയാണോ നമ്മൾ എത്ര സ്പേസിലാണോ എടുക്കണത് അവിടേക്കുള്ളതിനനുസരിച്ചിട്ടുള്ള ചാർജ് ഈടാക്കണം. അപ്പോൾ ഈ ഒരു ഓഫറിൽ ഒരു 10 ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒന്നിച്ചിട്ട് ഒരു 2 kg കേക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിതൊരു നഷ്ടമല്ല. അതല്ല ഒരു 2-3 പീസൊക്കെ വെറും ഓഫറിൽ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ ചെയ്യണത് നഷ്ടമാണ്. എന്തായാലും അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരിക്കും. നഷ്ടമായിട്ട് ഒരിക്കലും ഈ ഒരു ഓഫറിനെ കാണരുത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഓഫറൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് കസ്റ്റമേഴ്സിന് ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബിഗ് സെയിൽ എന്ന് പറയില്ല, അതായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം കഴിയുന്നതും ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ എടുക്കാതിരിക്കുക. കാരണം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് ഓഫർ ഇടുക. നല്ലൊരു മാർഗ്ഗമാണ് ഓഫർ ഇടുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റിസ്ക് ഉള്ള കാര്യം കൂടിയാണ് ഈ ഓഫർ ഇടുക എന്നുള്ളത് കേട്ടോ. ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം, ഓർഡർ കൂടുതൽ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഇതിലൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓഫർ ഇടുമ്പോൾ ഇതൊരിക്കലും എന്താ പറയുക, സെയിലാവില്ല എന്ന് വിചാരിച്ചിട്ട് തുടങ്ങരുത്. സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ച എല്ലാ ഐറ്റംസും ഒരു കോമ്പോയിൽ സെറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ ചെയ്ത് കൊടുക്കാൻ ഈസി ആയിട്ട് പറ്റുന്നത് ആ ഐറ്റംസ് മാത്രം 4 എണ്ണമൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ കോമ്പോയിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളൊരു ആഡ് ഉണ്ടാക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഓഫർ ചെയ്യണുണ്ടെന്നും എല്ലാം പറഞ്ഞിട്ടൊരു പോസ്റ്റർ പോലെ ചെയ്യുക. എന്നിട്ട് അതിനെ നല്ലൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അതായത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ടും ഇൻസ്റ്റയിൽ സ്റ്റോറി വെച്ചിട്ടും കഴിയണം നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അതൊന്ന് ഒരു എന്താ പറയുക, ഒരു ആഡായിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴൊക്കെ നല്ല ഒരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു പോസ്റ്റർ ചെയ്യാൻ ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, നാളെ ഏറ്റവും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ. അപ്പോൾ സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഈ ഒരു ഓഫർ ഇടുക. നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയണത് ആ ഒരു രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഓഫർ ഇട്ട് നോക്കുക കേട്ടോ. സെയിൽ കുറവാണെന്നുള്ള കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലത്തെ ഒരു ഓഫർ ഇടുക എന്നുള്ളത്. ഒന്നും വേണ്ട, ജാർ കേക്കിൻ്റെ ഫെസ്റ്റിവൽ മാത്രം ചെയ്താൽ തന്നെ നല്ലൊരു കാര്യമാണ്. ജാർ കേക്ക് ഫെസ്റ്റിവൽ ചെയ്യാൻ ഒരു റിസ്ക് ഉള്ള കാര്യമല്ല. അപ്പോൾ ആ രീതിയിലെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്